ഹലോ എവറിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനും കുട്ടികളും എല്ലാവരും സുഖമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ചൂടും പുകയും ഒക്കെ ആയിട്ട് വീട്ടിനകത്ത് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അത്രയ്ക്ക് ചൂടാണ്. പക്ഷേ അൽഹംദുലില്ലാ ഇന്ന് കുറച്ച് മഴയൊക്കെ ഉണ്ടായി കേട്ടോ. അപ്പം നല്ല മഴയുള്ള പെയ്തൊരു ദിവസമാണ്. കറണ്ടെല്ലാം അപ്പം പോലും വരലൊക്കെ ആയിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെയാണ് ഞാൻ നൈറ്റത്തെ ഞങ്ങളുടെ രാത്രിയിലത്തെ കുറച്ച് പരിപാടികൾ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ രാത്രിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തിയും പിന്നെ ചിക്കൻ കറിയാണ് കേട്ടോ. ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ മുളകരച്ച് വെച്ചതാണ്. അപ്പോൾ ഞാൻ ചപ്പാത്തി ആക്കണതിൽ ഒരു ചപ്പാത്തി മേക്കർ എന്ന് തന്നെ പറയാം കേട്ടോ. പെട്ടെന്ന് ചപ്പാത്തി ആക്കി തീർക്കും. നിന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആക്കി തീർക്കോട്ടെ, ഇല്ലെങ്കിൽ അങ്ങനെ മടിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഡെയിലി ചപ്പാത്തിയാണ്. എൻ്റെ കുറേ വീഡിയോസിലെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്ക് ഡെയിലി ചപ്പാത്തിയാണെന്ന്. അപ്പോൾ ചപ്പാത്തി ആക്കാത്ത ദിവസം നെയ്ച്ചോറോ അപ്പോൾ ബിരിയാണി ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചപ്പാത്തി ആക്കാതെ ഇരിക്കുള്ളൂ. അതുകൊണ്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ആക്കും. പക്ഷേ അത് രണ്ടും ഇല്ലെങ്കിൽ ഞാൻ ചപ്പാത്തി ആക്കാൻ തന്നെ വേണം. ഇല്ലെങ്കിൽ ചപ്പാത്തി ആക്കാൻ അത്രക്കും മടിയുണ്ടെങ്കിൽ ഭർത്താവിനോട് ഞാൻ പറയും ഹോട്ടലിൽ തിന്നിട്ട് വരി, എന്തെങ്കിലും ഞങ്ങൾ ചോറ് വയ്ക്കാമെന്ന്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ നൈറ്റ് പരിപാടികൾ. അപ്പോൾ മോൻക്ക് ചിക്കൻ കറി ഇഷ്ടമല്ല, രണ്ടാമത്തവന് മീനോ ചിക്കനോ ഇറച്ചിയോ അതൊന്നും തിന്നാറില്ല. എപ്പോഴെങ്കിലും ഓനക്ക് മനസ്സാകുമ്പോൾ ഒരു പീസ് അങ്ങോട്ട് എടുത്തിട്ട് കടിക്കും, അത്ര അല്ലാതെ ഇഷ്ടമല്ല. പക്ഷേ ഞങ്ങൾ ചിക്കൻ എന്തെങ്കിലും കൊണ്ടുവച്ചാൽ ഓനക്ക് ഈ മുട്ട വേണം. അപ്പോൾ ഞാൻ മുളകിട്ട് വെച്ചതാണ് കേട്ടോ. എനിക്ക് മുളകിൻ്റെ പൊടി ഇട്ടിട്ട് കറി വെച്ചാൽ എനിക്ക് അത്ര ശരിയായി വരില്ല, ആ ടേസ്റ്റ് അങ്ങോട്ട് കിട്ടില്ല. അപ്പം ഞാൻ എന്താക്കും മുളക് അരച്ചിട്ട് തന്നെ വെക്കട്ടെ. അപ്പം കുറച്ച് രാവിലത്തേക്ക് നാഷ്ടക്ക് കറിയും കിട്ടും, പിന്നെ രാത്രിത്തേക്ക് ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പം നാഷ്ട പരിപാടിക്ക് ഇരുന്ന് ഇപ്പം നല്ല ഈറ്റാളിൻ്റെ വല്ലാത്തൊരു തല്ലുകൂടലാണ് കേട്ടോ. അതും ചിക്കൻ ആയിണ്ടെങ്കിൽ അതിൻ്റെ സ്മെല്ല് കേട്ട് തലങ്ങും വിലങ്ങും നടക്കും, അങ്ങനത്തെ പൂച്ചകളാണ്. അങ്ങനെ 9 മണിയാകുമ്പോഴത്തേനും കുട്ടികൾക്കെല്ലാം നാഷ്ട എല്ലാം കൊടുത്തിട്ട് കുട്ടികൾ പോയിട്ട് ഉറങ്ങും കേട്ടോ. കുട്ടികൾക്ക് രാവിലെ തന്നെ 7 മണിക്ക് മദ്രസ ഉള്ളതുകൊണ്ട് 5:30-6 മണിക്കെല്ലാം കുട്ടികളെ എഴുന്നേറ്റ് നിസ്സാരെല്ലാം കഴിഞ്ഞിട്ടാണ് മദ്രസക്ക് പോകാൻ. അപ്പോൾ ഉറക്ക് മതിയാവില്ല. അപ്പോൾ ഞാൻ എന്താക്കും വേഗം നാഷ്ടം കൊടുത്തിട്ട് അങ്ങോട്ട് കിടക്കാൻ പറയും. ചിലപ്പം 10 മണി വരെ കാത്തിരിക്കും. ഞാനും എൻ്റെ ഹസ്ബൻഡ് 10 മണിക്ക് നാഷ്ട ആക്കണതുകൊണ്ട് 10 മണി വരെ കാത്തിരുന്നിട്ടാണ് നാഷ്ട ചെയ്യാറ്. പിന്നെ എൻ്റെ മോൾ എന്ത് പറഞ്ഞാലും ഉറങ്ങൂല. ഓൾ കൊണ്ട് എപ്പോൾ വന്നിട്ട് തന്നെ ഉറങ്ങാതാണ്. അപ്പോൾ ഓൾ എന്നെ ഇങ്ങനെ കാത്തിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ പാത്രം കഗ്ഗലെല്ലാം കഴിയുന്നത് വരെ ഓളോട് നോക്കി കൊണ്ടിരിക്കും. അങ്ങനെ ഭർത്താവ് വന്നിട്ട് ഞങ്ങൾ നാഷ്ടെല്ലാം തിന്നിട്ടാണ് പിന്നെ കിടക്കാൻ പോയത്. അപ്പോൾ അതിനേക്കാളും മുന്നേ എൻ്റെ ചാനൽ 500 സബ്ബായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ്, സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആൾക്കാർക്ക് താങ്ക്സ് കേട്ടോ. ഞാൻ ഇത്രയൊക്കെ എത്തിക്കിട്ടുന്ന ഒരു പ്രതീക്ഷ ഇല്ലാതെയാണ് ഈ ചാനൽ തുടങ്ങിയത്. എന്തോ ഒന്ന് നേടിയ പോലെ തോന്നുന്നുണ്ട് 500 സബ്ബായപ്പോൾ. അങ്ങനെ തന്നെ എന്നെ ഇന്ന് മുന്നോട്ട് നിങ്ങൾ എത്തിക്കണം. അപ്പം എല്ലാവർക്കും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.